അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ പരിശുദ്ധ മതേമറാനും മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വിവാഹിതരെ, വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളോട് ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ ബാധ്യമാണല്ലോ, മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു.
വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവരും തളർന്നുപോയവരും തളർവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ പാകോടുപടി നടക്കാത്ത കുടുംബങ്ങൾ, പാകോടുപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദുരിതനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പിതാമുതൻ പരിശുദ്ധാത്മാ സർവ്വശരെ നയിക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന, ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക, ആത്മീയത, അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന വിട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എനിക്ക് വലിയ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും. അപ്പോൾ എനിക്ക് കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ റിട്ടയർഡാണ്, എനിക്ക് നല്ല പെൻഷൻ കിട്ടും, എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെന്ന് പറയണത്, ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്ലേ എന്നുള്ളത് തന്നെയാണ്. എന്താണ്? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ പേരകിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ കുഞ്ഞ് ജനിച്ച പിന്നെ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് എങ്ങനെ തലകുത്തി പറഞ്ഞാലും, അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കണതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനൊരിക്കലും ഉയരണമില്ല. അപ്പോൾ അവരുകൊണ്ട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെ കുറിച്ച് ഇസ്രായേൽ പറയുമ്പോൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ്. അത് ഇസ്രായേലിൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി, നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നോളൂ എന്ന്. അതിനല്ല മോസസ് പറയണത്. ഇപ്പം ഞാൻ പറയാൻ കാരണമേ, നമ്മുടെ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 16:5 വായിച്ചേ. ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വെക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടാകും. അപ്പോൾ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം, അവർക്ക് എടുക്കാവുന്നതിൻ്റെ അവരുടെ ആവശ്യത്തിനുള്ള എടുക്കും. പക്ഷേ പിന്നീട് എന്താ പറഞ്ഞേക്കണത്, നിങ്ങൾ നാളത്തേക്കത് മാറ്റി വെക്കരുത്, അത് നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവാണത് അതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാപത്ത് ഞായറാഴ്ചയല്ല. ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴീ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാൻ ചില ആൾക്കാർ ജോലിക്ക് പോകും. അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത്. വെള്ളിയാഴ്ച അവിടെ കുർബാനയുണ്ട് അപ്പോൾ പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല എന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്തുമില്ല. അതപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലാഞ്ഞ കാരണം അത് അവർക്കൊരു മുട്ടാഴ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു എന്താണ്
ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുന്ന വിഷയം. അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അവർ അതിൻ്റെ ഇപ്പോൾ തുടങ്ങിയല്ലത്, പണ്ട് പോലെ ഉണ്ട്. കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ, ഞാനൊരു ഏറുകളയെ വാങ്ങിച്ചു, അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിലവുഴിന കാട്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട്. ഇന്നും ഓരോരോ കാര്യത്തിനും ഒഴിവ് കഴിവ് പറയും. കൊച്ചിന് പാടില്ല, പിന്നെ അപ്പൻ കിടപ്പിലാണ്. എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല. അവൾ ചിലപ്പോൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് ജാമ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട്. പുറപ്പാട് 16:19 വായിച്ചേ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ഇതാ സംഭവം. കുറെ പേര് അനുസരിക്കാതിരിക്കുകയെ. നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു. ഇത് എന്താ വെച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോളൂ, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലികയെ കുത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. മാർത്ത നീ അനേക കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠാകുലരായിരിക്കുന്നു. മറിയം സാപത്ത് ആചരിച്ചെന്നാണ് പറയണേ. എന്നുവെച്ചാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന്. എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. ലൂക്ക 10:42 ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പൊ സാപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത്, ടെക്നിക്ക്. അത് തന്നെ. പക്ഷേ കർത്താവിന് അതുകൊണ്ടാണ് മോശസും പറയണത്, പുറപ്പാട് 14:14 എടുക്ക്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരുന്നു വെച്ച് കഴിഞ്ഞാല് വായു വെള്ളവും കൊണ്ടോണ്ടിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ശാന്തമാവുക. ഞാൻ ദൈവമാണെന്ന് ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇത് ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ്. എന്നുവെച്ചാൽ നിങ്ങൾ പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് സങ്കീർത്തനം 46:10 ലിങ്ക് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് 14:14 പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തതയായിരുന്നാൽ മതി. അതുതന്നെയാണ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തത ഇരിക്കണ വെറുതെ ഇങ്ങനെ വായു വെള്ളവും കൊണ്ട് ശാന്തമായിട്ടിരിക്കണമല്ല, അല്ലെങ്കിൽ പാസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കത്തില്ല. സൈലൻസ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കണമല്ല പരിപാടി. ശാന്തമാവുക, ദൈവത്തെ അറിയണ എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത്. സാപത്ത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസം, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളോട് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന്, ഞാനാണെങ്കിൽ എനിക്ക് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവെ പറയണത്. പക്ഷേ അത് അതിൻ്റെ അണ്ടർലൈൻ എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം. അപ്പോൾ അവിടെ അറിവ് വരണമല്ലേ. അപ്പോൾ ശാന്തമായിരുന്ന് എന്താ പറയണത്? ശാന്തമായിരുന്ന് ദൈവത്തെ അറിയുക. എന്തിനാണ് അറിയണത്? ഏകസത്യതയായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്തേ. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ ശാന്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്നാണ്. നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ്. നിത്യജീവന് വേണ്ടി അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാർ അപ്പം തിന്ന് സംതൃപ്തരാകാൻ വേണ്ടി വീട്, കല്യാണം, ജോലി, ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? നമ്മളും വരും. പക്ഷെ അതല്ല. അതിനെ കൂടെ തന്നെ യേശുക്രിസ്തുവിനെ യഥാർത്ഥ അറിവ് എന്താണ്? നിത്യതയിലേക്കുള്ള വാതിലാണ്.
ഐ ആം ദ ഡോർ. ഈശോ പറയണൊക്കെ എന്ത് രസമൊക്കെ. ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. ഐ ആം ദ വേ, ഞാനാകുന്നു ആ വാതിലിലേക്കുള്ള വഴി. ഐ ആം ദ ലൈറ്റ്, ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കാറ്റഗോറിക്കലായിട്ടാണ് ഈശോ ഓരോ കാര്യങ്ങൾ പറയണത്. ഓക്കെ, അപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ സാപത്ത്, ഇത് സാപത്താകട്ടെ, ഇതെല്ലാം കടന്നു വരണത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോണത്. സാപത്ത് വല്ലാത്തൊരു സാപത്താണ്. യഹൂദിനേക്കാൾ എന്തുമാത്രം ഡെപ്താണെന്ന് അറിയാമോ ക്രിസ്ത്യൻ സാപത്തിന്. തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കോ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബീന റെനി, ഇതെൻ്റെ ഹസ്ബൻഡ് റെനി ജോർജ്, ഇത് ഞങ്ങളുടെ ഇടയ മകൾ ദിയ റെനി. ഞങ്ങളിപ്പോൾ വരുന്നത് പാലാ ചിറ്റാർ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നുമാണ്. ഞാൻ 17/2/2025 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞങ്ങൾ രണ്ടുപേരും സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2020 ഞങ്ങളുടെ അമ്മച്ചി മരിച്ചതിനെ തുടർന്ന് വീട്ടിൽ അച്ചാച്ചനും 2 മക്കളും തന്നെ ആയതുകൊണ്ട് 2021 ഞങ്ങൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരികയും 2022 ഞങ്ങളുടെ ആലപ്പുഴ പൂങ്കാവിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്തു. 1 വർഷം വലിയ കുഴപ്പമില്ലാതെ പോവുകയും 1 വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് ഡള്ളാകുകയും ഞങ്ങൾ ലോൺ അടയ്ക്കാൻ കഴിയാതെയും കുറച്ച് കടബാധ്യതയും വന്നു. അങ്ങനെ ഞങ്ങളുടെ വീടും സൂപ്പർ മാർക്കറ്റും വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പരസ്യം കൊടുത്തു, ബ്രോക്കർമാർ ആളുകളെ കൊണ്ടുവന്നു. 5-6 മാസം കടന്നുപോയി, സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ മെറിറ്റ് നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്നു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. 2ാമത്തെ ദിവസം വന്നപ്പോഴും ഭയങ്കര ക്യൂ ആയിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. ഉടമ്പടി എടുത്ത് 52 ദിവസം ആയത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്ത് 52 ദിവസം ആയപ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛന് ബ്ലെസ്സിങ് കിട്ടുകയും ജോസഫ് അച്ഛൻ ഡോക്യുമെൻ്റ് ബ്ലെസ് ചെയ്ത് മാതാവിൻ്റെ കാശുരൂപം വെഞ്ചരിച്ച് തരികയും ചെയ്തു. അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി കുഴിച്ചിടുകയും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രോക്കർമാരൊന്നുമില്ലാതെ ഒരു വ്യക്തി വന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അച്ഛൻ വെഞ്ചരിച്ച ആ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് അനുയോജ്യമായ വില കൊണ്ട് അത് വിൽക്കാൻ സാധിച്ചു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ വീട് പാലായിലാണ്. പാലായിൽ എൻ്റെ ആങ്ങളമാരുടെ വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു. 3ാമത്തെ സാക്ഷ്യം, ഇത് ഞങ്ങളുടെ ഇളയ മകൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ പാസ്സാകുമോ എന്നുള്ളത്. അവൾ എക്സാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഉടമ്പടി കാശുരൂപം ധരിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം നെറ്റിയിൽ തേച്ച് നാവിൽ ഉപ്പ് കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത്. എക്സാം കഴിഞ്ഞപ്പോൾ അവൾ ഫിസിക്സും കെമിസ്ട്രിയും ടഫായിരുന്നെന്ന് പറഞ്ഞു. മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അവൾ പാസ്സാകുകയും ബാംഗ്ലൂരിൽ നല്ലൊരു നേഴ്സിംഗ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. സെപ്റ്റംബറിൽ അവൾ നേഴ്സിങ്ങിന് പോകുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു നിയോഗം വെച്ചിരുന്നു, ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗം കാണിച്ചു തരണമേ എന്ന്. അങ്ങനെ ഇതിനു മുമ്പ് ഞങ്ങൾ കടബാധ്യതയായിരുന്നപ്പോൾ UK, ദുബായ്, മസ്കറ്റ്, സൗദിയിലൊക്കെ ഞങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്തിരുന്നു ഹസ്ബൻഡിന് വേണ്ടി. പക്ഷേ പ്രായം 50 കഴിഞ്ഞതുകൊണ്ട് വിസ കിട്ടുകയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അത് ഉപേക്ഷിച്ചു. നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്തത്. ഞാൻ നിയോഗം വെച്ച് പിറ്റേ ദിവസം ചെന്നപ്പോൾ ബാക്കി സാക്ഷ്യം ഹസ്ബൻഡ് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞായിരുന്നു ബാധ്യതയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ചെറിയ ബാധ്യത. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.5 CR ബാധ്യതയായിരുന്നു. അത് ദൈവാനുഗ്രഹിച്ച് അത് പിന്നെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി
നല്ല രീതിയിൽ വിൽക്കാനും പറ്റി, പാലയിൽ ഇപ്പോൾ പറ്റി വാങ്ങാൻ പറ്റി. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ജീവിതമാർഗ്ഗമായിരുന്നു. അപ്പം ഞാൻ സൗദിയിൽ 20 വർഷം ഒരു കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഫൈനാൻസിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് ഞാൻ പോരുന്ന അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോരുമ്പം അവിടെ പുതിയൊരു CFO ഒരു ജോർദാനിയായിരുന്നു വന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ എന്നെ എടുക്കുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ ഞാൻ ഒക്ടോബറിൽ ഞാൻ കോൺട്രാക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോവുക. അപ്പം പറഞ്ഞു നീ എന്താ പോകുന്നത്? ഞാൻ പറഞ്ഞു വീട്ടിലാരുമില്ല. അപ്പം പറഞ്ഞു നീ പോകണ്ട, നിൽക്ക്, പിന്നെ സാലറിയൊക്കെ കൂട്ടിത്തരാം. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ള. ശരി അങ്ങനെയൊന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുള്ളി എൻ്റെ ഇടയ്ക്കൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണ്. അതാണ് ഏറ്റവും വലിയ ഇതുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായം, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഓരോ ദിവസം ജനിച്ചു വരും. അപ്പോൾ അത്ര ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പിന്നെ ജോലി ചെയ്യുന്നത്. പുള്ളി ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72 ഫാക്ടറി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പോരുകയും ചെയ്തു. അപ്പം അവിടെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞു. പുള്ളിയായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൻ്റെ താഴത്തെ ഒരാളുള്ളത് എന്നെ ആ കമ്പനിയിൽ 20 വർഷം മുമ്പ് എടുത്ത ഒരു ബോംബെക്കാരനുണ്ട്. പുള്ളി ഞാൻ ജോയിൻ ചെയ്യുമ്പം പുള്ളി സീനിയർ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ചീഫ് അക്കൗണ്ടൻ്റായി, ഫൈനാൻസ് മാനേജറായി. അത് കഴിഞ്ഞ് അവിടുത്തെ ഇപ്പോൾ അദ്ദേഹമാണ് കമ്പനിയുടെ CFO. നേരത്തെ ഇരുന്ന CFO കമ്പനിയുടെ പ്രസിഡൻറ്റുമായി. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പം നമുക്കൊരു എൻ്റെ ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് 52 വയസ്സുണ്ട്. ഒരിക്കലും എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് മടിയുമാണ്. നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ ഈദും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വിഷസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി മാർച്ച് 23 ഞാൻ ഉടമ്പടി എടുത്തു. മെയ്യിൽ ജോസഫ് അച്ഛനെ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോഴാണ് ഇവിടെ കണ്ടത്. മെയ് 5-ാം തീയതി ആയിരുന്നു ഞങ്ങൾക്ക് ടോക്കൺ അഡ്വാൻസ് തരുന്നത്. മെയ് 10-ാം തീയതി ഞങ്ങൾ പാലായിലെ വീടിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ 19-ാം തീയതി ഞാൻ ജസ്റ്റ് ആലപ്പുഴയിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിലൊരു മെസ്സേജ് വന്നിട്ട് ഇത്ര എഴുതിയിട്ടുള്ളൂ, വെൻ യു ആർ ഫ്രീ ജസ്റ്റ് കോൾ മീ എന്ന് മാത്രം. അപ്പോൾ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അസ്ഗർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ CFO ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനടുത്ത് ഇദ്ദേഹം എന്തെങ്കിലും കാര്യം കാണുമോ, എന്തെങ്കിലും ആവശ്യങ്ങൾ, അങ്ങനെ പുള്ളി അങ്ങനെ അയക്കാറില്ല മെസ്സേജ്. ഞാൻ പെട്ടെന്ന് ആലപ്പുഴ പകുതി വെച്ച് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഭായി എന്താണ് വിളിച്ചതെന്നുള്ളത്. എടാ നീ ഫ്രീ ആണോ എന്ന്, ഇത്ര ചോദിക്കുക, നീ ഫ്രീ ആണോ എന്നാൾ. അപ്പം ഞാൻ പറഞ്ഞു പറയണം ഇപ്പം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് റീസണാണ്. അപ്പം എടുത്ത് വായിക്കണം, അത്യാവശ്യമാണ്, നിനക്കൊന്ന് കയറി വരാമോ എന്ന് ചോദിച്ചു. ഇതാ പുള്ളി ചോദിച്ചു അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഭായ് പൊസിഷൻ, നിൻ്റെ പഴയ ഓഫീസ്, പഴയ ചെയർ, പഴയ പൊസിഷൻ, സാലറി മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയും ഓക്കെ. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, 1 മണിക്കൂർ എന്നാൽ HRയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പഴയ ബേസിക് ആണെങ്കിൽ വേണ്ട, അത് വേണ്ടതില്ല. അപ്പോൾ ഇല്ല സാലറി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പഴയ ബേസിക് സാലറി പ്ലസ് 40% ഇൻക്രീസ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എഗ്രിമെൻ്റ് അവർ മെയിലിൽ അയച്ചു തന്നു, ഇത് സൈൻ ചെയ്തല്ലോ. അപ്പം ഞാൻ സൈൻ ചെയ്തില്ല. ഞങ്ങൾ പിറ്റേന്ന് അത് പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഞായറാഴ്ച ജോസഫച്ചൻ്റെ ലൈവ് ധ്യാനം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത്. അയച്ചു കൊടുത്തു കഴിഞ്ഞ ഉടനെ അപ്പോൾ എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിൽ ജോയിൻ ചെയ്യണം. ജൂണിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഞാൻ തന്നെയാണ് സൈൻ ചെയ്യേണ്ടത്. അങ്ങനെ നിന്നപ്പോഴാണ് അവർ വിസയും കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അക്കൗണ്ടൻറ്റിൻ്റെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അവിടെ അധികം നാൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ബോസ് തന്നെ പറഞ്ഞു നിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ വിസയിൽ എടുക്കരുത്, നീ HR പറഞ്ഞേക്കണം, ആ ഒരു പൊസിഷനിൽ കയറി വരരുത്. കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൗദി നമ്മുടെ സാലറിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അതനുസരിച്ച് ഞാൻ പറഞ്ഞില്ല അക്കൗണ്ടൻ്റ് പൊസിഷനിൽ എനിക്ക് ആ ജോബ് വേണ്ട. അപ്പം പറഞ്ഞു അപ്പോൾ വേറെ എന്ത് പൊസിഷൻ? ഞാൻ പറഞ്ഞു വേറെ ഏത് പൊസിഷനിലും ആക്കിക്കോ, പക്ഷേ ഈ അക്കൗണ്ടൻ്റ് ആ ഒരു പ്രൊഫഷനിൽ എടുക്കരുതെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അവർ വിസ പ്രോസസ്സ് ചെയ്തപ്പം എൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ഇപ്പം മാതാവ്
അച്ഛൻ പറഞ്ഞ് നമ്മളിവിടെ പറയുമല്ലോ ദൈർഘ്യം കുറയ്ക്കുന്ന മാതാവ്, പക്ഷേ എനിക്ക് ദൈർഘ്യം കൂട്ടി കിട്ടണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ ട്രാവൽ ഏജൻസിയിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ വിസ പ്രോസസ്സ് ചെയ്യുന്ന പെണ്ണ് അതിന് സുഖമില്ലാതെ ബോംബെയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കമ്മ്യൂണിക്കേഷൻ അവിടെ കമ്പനിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്ന് കഴിഞ്ഞപ്പം ഏകദേശം എനിക്ക് കിട്ടുന്നത് 15 ദിവസം നീണ്ടു പോവുക. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ ആലപ്പുഴയിലെ രജിസ്ട്രേഷൻ നടന്നു, 2-ാമത്തെ ദിവസം പാലയിലെ രജിസ്ട്രേഷൻ നടന്നു, 3-ാമത്തെ ദിവസം ഇവരെ ഡിസ്ചാർജ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് മെഡിക്കലിന് എത്ര വേഗം ഇന്ന് മെഡിക്കലിന് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയും ഇന്ന് മെഡിക്കലിന് പോകാൻ പറ്റും, ഞങ്ങൾ നാളെ പൊക്കോളാം. പിറ്റേന്ന് ഞങ്ങൾ മെഡിക്കലിന് പോയി. അതിൻ്റെ നെക്സ്റ്റ് ഡേ ബയോമെട്രിക് എടുത്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ വിസ ഞാൻ പാസ്പോർട്ട് കൊറിയർ ചെയ്ത് കൊടുത്തു. കൊറിയർ എടുത്ത് അവിടെ നെക്സ്റ്റ് ഡേ കിട്ടുന്ന അന്നത്തെ ദിവസം തന്നെ വിസ അടിച്ചപ്പോൾ അപ്പോൾ എനിക്കറിയാം അടുത്ത ദിവസം തന്നെ എനിക്ക് ടിക്കറ്റും കയറണമെന്ന് പറയുക. അതും എനിക്കൊരു ദൈർഘ്യം കിട്ടണം. അതിന് ഞാൻ എൻ്റെ ബോസിൻ്റെ അടിക്ക് തന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് പേപ്പർ വർക്ക് ഇവിടെ തീരാനുണ്ട് രജിസ്ട്രേഷൻ്റെ, അതുകൊണ്ട് എനിക്ക് ഒരാഴ്ചയും കൂടെ ഗ്യാപ്പ് ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുഴപ്പമില്ലടാ, ഏതായാലും ഇത്ര ദിവസം കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, അപ്പോൾ അതാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഓഗസ്റ്റ് 10-ന് ടിക്കറ്റ് ആകാവുള്ളൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞപ്പോൾ അവിടുന്ന് കമ്പനി തന്നെ പറഞ്ഞു ഓഗസ്റ്റ് 10-ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 10-ാം തീയതി രാവിലെ വെളുപ്പിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മിറക്കിൾ തന്നെയാണ്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിരുന്നു. തിരിച്ചെനിക്ക് സൗദിയിലേക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല. കാര്യം ഏജ് ഫാക്ടർ അവിടെ പ്രധാനമാണ്. 40 കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്പനിയുടെ ഏജ് ഫാക്ടർ വരുന്നത് 35 ആണ്. 35 കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിക്രൂട്ട്മെൻറ്റ് വരത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മുഴുവൻ പ്രവർത്തിച്ചത് ആ പ്രസിഡൻറ്റും CFOയും കൂടെ മാത്രമാണ്. ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് അപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചത്. അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം തന്നെയാണ് നടന്നത്. അതിനോടത്ത് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ്, അരുവിത്രപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യും. പിന്നെ സന്ധ്യാപ്രാർത്ഥന ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് 7 മണി 8 മണിക്ക് നല്ല തിരക്കുള്ള സമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം എവിടെ യാത്രയിൽ പോയാലും രാത്രി 12 ആയാൽ പോലും ഞങ്ങൾ മുഴുവൻ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പലർക്ക് സാധനങ്ങൾ അനാഥാലയങ്ങളിൽ കൊടുക്കുകയും പിന്നെ രോഗികൾക്ക് ചികിത്സാ സഹായം. എൻ്റെ പേര് ജെസ്സി, ഞാൻ വരുന്നത് വിഴിഞ്ഞത്തു നിന്നാണ്. 2022 മെയ് മാസം 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ എൻ്റെ രോഗസൗഖ്യത്തിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് 2018-ാം വർഷത്തിൽ എൻ്റെ കഴുത്തിലും ചെവിയുടെ താഴെയുമായി ഒരു നീർവീർക്കം പോലെ വന്നു. ഞാനത് സാരമായി കരുതിയില്ല. അങ്ങനെ മക്കൾക്ക് മെഡിക്കൽ കോളേജിൽ എനിക്ക് പല്ലുകൾ എടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ പോയപ്പോൾ ഞാൻ എൻ്റെ ചീത്തയായ പല്ലുകൾ എടുക്കുകയും പല്ലുകൾക്ക് ക്ലീൻ ആക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ കവിളിൻ്റെ ആ ഈ കഴുത്തിൻ്റെ താഴെയായി ആ നീർവീക്കം വലുതാകുകയും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. ഞാൻ ഉടനെ തന്നെ ആ ദന്തൽ വിഭാഗത്തിൽ തന്നെ ആ ഡോക്ടറിനെ ചെന്ന് കാണിച്ചു. എൻ്റെ മുഖം കണ്ട ഉടനെ ഡോക്ടർ ഒന്നും നോക്കിയില്ല, നേരെ സ്കാൻ റൂമിൽ കൊണ്ടുപോയി അവർക്ക് നോക്കുവാനായി സ്കാൻ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല, മോക്ക് എപ്പോഴെങ്കിലും ശക്തമായി ചുമ വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു രാത്രിയിൽ എനിക്ക് അതിശക്തമായി ചുമ വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ നീർവീർക്കം വന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാനില്ല, ജനറൽ വിഭാഗത്തിൽ പോകാൻ പറഞ്ഞു.
അങ്ങനെ അവിടെ നിന്ന് ഞാൻ ജനറൽ വിഭാഗത്തിൽ പോയി. അവിടെയും ഡോക്ടർ പറഞ്ഞ് ഇത് വലിയ പ്രശ്നമല്ല, എങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കുറേ ബ്ലഡുകൾ ചെക്ക് ചെയ്യുകയും ആ കവിൾ ഭാഗത്തുള്ള ആ നീർവീക്കത്തിൽ നിന്ന് കുത്തി പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ബ്ലഡുകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. നീർവീക്കത്തിൽ അല്പം പഴുപ്പ് പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണമെന്ന് ആ റിസൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ റിസൾട്ടുമായി എന്നെ ഡോക്ടർ പ്ലാസ്റ്റിക് സർജൻ്റെ വിഭാഗത്തിലോട്ട് വിട്ടു. അങ്ങനെ അവിടെ ഞാൻ പോയപ്പോൾ അവിടെ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞ് നമുക്ക് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പം ആ സമയത്തേക്ക് മെയിൻ ഡോക്ടർ വന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് എപ്പോഴെങ്കിലും ഇത് ഉമിനിനീര് ഇറക്കാനോ മറ്റ് ബുദ്ധിമുട്ട് ആഹാരം കഴിക്കാനോ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരിടയ്ക്ക് അത് ഉണ്ടായിരുന്നു, പിന്നെ അത് വന്നിട്ടില്ല. അപ്പോഴും ഡോക്ടർ പറഞ്ഞ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ പല്ലിൻ്റെ പ്രശ്നമായിരിക്കും, പല്ലെടുത്ത് മാറ്റാം. പക്ഷേ എൻ്റെ പല്ലിന് പ്രശ്നമൊന്നും ഇല്ലാത്ത എക്സ്ട്രാ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഡോക്ടർ എൻ്റെ പല്ലെടുക്കുകയും ചെയ്തു. പക്ഷേ പല്ലിൻ്റെ പ്രശ്നമില്ലായിരുന്നു. പല്ലെടുത്തപ്പോൾ വീണ്ടും എൻ്റെ കവിള് താഴ്ന്നു വരികയും അവിടെ വീണ്ടും ഒരു കവിളിൻ്റെ നീർവീർക്കം കൂടുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വലിയ സ്കാൻ എടുക്കാം, സ്കാൻ എടുത്തിട്ട് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡേറ്റ് ഇട്ട് തന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആ സമയത്തേക്ക് കൊറോണയായി. അങ്ങനെ ആശുപത്രിയിലൊന്നും പോകാതെയായി. അങ്ങനെ എൻ്റെ മുഖം തന്നെ വലിയ ബുദ്ധിമുട്ടായി. എനിക്ക് വീട്ടുകാർ പറഞ്ഞ് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ ഒരു ദിവസം വന്ന് പറഞ്ഞ് ഇങ്ങനെ കൃപാസ്ഥൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്, നമുക്കവിടെ വരെ ഒന്ന് പോകാം. അപ്പോൾ ഞങ്ങളുടെ പള്ളിയും സിന്ധ്യാത്ര മാതാവിൻ്റെ ദൈവാലയമാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പള്ളിയാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെയും ഒത്തിരി ദൂരം നിന്ന് ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസ്ഥൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ അവിടെയുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞുവെങ്കിലും എൻ്റെ ഉള്ളിൽ തോന്നുന്നത് എനിക്ക് ഈ രോഗസൗഖ്യം എൻ്റെ കവിളിൻ്റെ നീർവീർക്കമൊക്കെ മാറുന്നത് ഈ കൃപാസനത്ത് വന്നാൽ മാറുമെന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ബാ എങ്കിലും നമുക്കൊന്ന് പോകാം. ഞാൻ ഇത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൃപാസനത്ത് ഇങ്ങനെ ഒത്തിരി അമ്മയുടെ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട്. നമുക്ക് എൻ്റെ അമ്മ എനിക്ക് അവിടെ ആയിരിക്കും എനിക്ക് വച്ചിരിക്കുന്ന സൗഖ്യമാണെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 2022 മെയ് മാസം ഞാനും ചേട്ടനും മക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ ഈ കവിൾ വീർക്കം മാറ്റിത്തരണം എന്നാണ്. പരിശുദ്ധ അമ്മേ, ഈ കവിൾ വീർക്കം മാറ്റി തന്നാൽ ആദ്യമായിട്ട് ഞാൻ വേറെ അനുഗ്രഹം ലഭിച്ചാലും ആദ്യമായിട്ട് എൻ്റെ വീർക്കമാക്കി തന്ന ഈ സാക്ഷ്യം പറയാനായിരിക്കും ഞാൻ ഇവിടെ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസന അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ ഈ രോഗം മാറാൻ കാലതാമസം എടുക്കും, ഭയപ്പെടാണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ എല്ലാ ദിവസം കൃപാസന തൈലം പൂശുകയും രാവിലെ തന്നെ നേർച്ച ഉപ്പ് വെള്ളത്തിലാക്കി കുടിക്കുകയും ചെയ്തിട്ടാണ് എൻ്റെ പ്രഭാത ജോലികൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇത് വലിയ ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങിയാലും ആളുകൾ പറയും എന്ത് പറ്റി എന്ന് എല്ലാവരും എൻ്റെ പുറകെ നടക്കും. ചേട്ടൻ ഇറങ്ങിയാലും ചേട്ടൻ ചോദിക്കും, മക്കൾ സ്കൂളിൽ പോയാലും മക്കൾ ഓരോ ആവശ്യത്തിൽ പോയാൽ എല്ലാവരും എന്നെപ്പറ്റി ചോദിപ്പാണ്. അപ്പോൾ എനിക്കൊരു ആവശ്യങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കലിന് നമ്മുടെ അച്ഛനെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ വിശുദ്ധ തൈലം നെറ്റിയിൽ പൂശുകയും എൻ്റെ കവിളിൽ ഇടുകയും എൻ്റെ തൊണ്ടയുടെ ഇങ്ങോട്ട് ഇട്ട് എന്നെ ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് നേരെ ചുമ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ചുമ വരും, ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ചുമക്കിയൊക്കെ വരും. അപ്പോൾ എനിക്കറിയാം ഇത് ഇരുന്നാലും ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നവും കണ്ട് ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് സ്വപ്നം കണ്ടതാണ് കാലതാമസം വരുമെന്ന്. അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഹിതം പോലെ ആകട്ടെ എന്നും പറഞ്ഞ് ഡെയിലി ഞാൻ നേർച്ച തൈലം ഇടുകയും നേർച്ച ഉപ്പൊക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 8ാമത്തെ പുതുക്കൽ ഞാൻ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് നീട്ടിക്കൊണ്ട് പോകാൻ ഇനി എനിക്ക് പറ്റത്തില്ല, അമ്മ എങ്ങനെയെങ്കിലും ഇടപെട്ട് എനിക്കിനി 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ കവിളിൽ ഇതുണ്ടാകാൻ പാടില്ല.
ഓരോ പ്രാവശ്യം ആർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ മാസ്ക് ഇല്ലാതെ വരും. പരിശുദ്ധ അമ്മ കാണട്ടെ, എല്ലാവരും എൻ്റെ മുഖം നോക്കി എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ മാസ്ക് ഇല്ലാതെയാണ് എപ്പോഴും വരുന്നത്. ഇനി 9ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മ തന്നെ എനിക്കത് ക്ലിയറാക്കി തരണം. ഞാൻ എൻ്റെ പഴയ രൂപം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത്. 8ാമത്തെ ഉടമ്പടി പുതുക്കിൽ നന്നായി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചകൾ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ 2 ചൊവ്വാഴ്ചകളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാണ്, കവിളിൻ്റെ താഴെയായി ഒരു വ്യക്തിക്ക് മുന്തിരിക്കൊല പോലെ എന്തോ ഒന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ തൊടുന്നതായിട്ട്, സൗഖ്യം ലഭിക്കുന്നതായിട്ട് ആ അച്ഛൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഈശോ എന്നെ തൊട്ടതാണെന്ന്. അങ്ങനെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആ ആരാധന പൂർത്തിയാക്കി. വീണ്ടും 3ാമത്തെ ആഴ്ച എന്നും ഞാൻ ഈശോയുടെ പ്രാർത്ഥിക്കും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഓരോ ഫംഗ്ഷന് പോകാൻ പറ്റാത്തതുകൊണ്ട് ബൈബിൾ എടുത്ത് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കും. വചനം എടുക്കുമ്പോൾ എന്നും വചനം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഇതേ അവസ്ഥയോർത്ത്. അപ്പോൾ വചനം എടുക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം എന്ന ഹെഡിങ്ങാണ് എനിക്ക് കിട്ടുന്നത്. അതിനകത്ത് കിടക്കുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. ഈ വചനം കിട്ടുമ്പോൾ ഞാൻ ഉടനെ നമ്മുടെ കൃപാസന മക്കളെ ഓർക്കും. ഈ അമ്മയുടെ ഈ മക്കളുടെ ഈ വിശുദ്ധി നിറഞ്ഞ ഈ ആലയത്തിൽ വന്ന് അമ്മ എന്നെ സാക്ഷ്യം വഹിക്കുവാൻ അമ്മ എന്നെ ഒതുക്കുന്നതാണെന്ന് എനിക്കപ്പോൾ പിടികിട്ടും. എങ്കിലും ഞാൻ നന്നായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങി. എനിക്കറിയാം ഇത് അപകടം നിറഞ്ഞതാണെന്ന് എനിക്കറിയാം. മോൻ എപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പറയും, അമ്മയുടെ കഴുത്തിൽ ഇതിങ്ങനെ വരുന്നത് അപകടമാണ്, ക്യാൻസറിന് സാധ്യത ഉണ്ടാകും. ഇതിപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞതാണ്. അമ്മ ഇങ്ങനെ വച്ചിട്ടിരിക്കാതെ കൊണ്ട് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത് എത്രയെല്ലാം ഞാൻ കാണിച്ചതല്ലേ, ഇനി എന്താണ് ഞാൻ കാണിക്കാനുള്ളത്, ഇനി എൻ്റെ അമ്മ എന്നെ തൊടട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഞാൻ 8ാമത്തെ ഉടമ്പടി അങ്ങനെ അച്ഛൻ 2 ആഴ്ച ഇങ്ങനെ പറഞ്ഞു. വീണ്ടും 3ാമത്തെ ആഴ്ചയും അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ ആരാധന മധ്യ അച്ഛൻ പറയാമെന്ന്, ഒരു വ്യക്തിയുടെ ഇടത് ഭാഗത്ത് ഈശോയുടെ ശക്തമായ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് എൻ്റെ ഏത് ഭാഗത്താണ് ഈ നീർവീർക്കമുള്ളതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ എൻ്റെ ഇടത് ഭാഗം. അന്ന് ഞാൻ ആത്മാർത്ഥമായി കരയുകയും ഈശോയോട് നന്ദി പറയുകയും ചെയ്തു. അങ്ങനെ ചേട്ടനൊക്കെ എപ്പോഴും വിളിക്കും, നമുക്ക് ആശുപത്രിയിൽ എവിടെയെങ്കിലും ചെന്ന് പ്രൈവറ്റിൽ എവിടെയെങ്കിലും ചെന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത്രയും കാണിച്ചിട്ട് എൻ്റെ മുഖം ഇങ്ങനെയായി, ഇനി ദൈവം എന്ന് നിശ്ചയിക്കുന്ന അന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ പറഞ്ഞു ഈശോ ഇടതുഭാഗത്ത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് അതിന് മുമ്പ് 2 ആഴ്ച ഇങ്ങനെ സൗഖ്യം ലഭിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈശോയുടെ സമയമായി, നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകാമെന്നും പറഞ്ഞ് ഞാൻ ചേട്ടനെ വിളിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി. ഇത്രയും കാലം നീ വിളിച്ചിട്ട് ഇപ്പോൾ നീ വരുന്നല്ല, വാ എന്തായാലും പോകുന്നു. പോകാമെന്ന് പറഞ്ഞ ആ സമയം തന്നെ അവർ അന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുത്തെ ജൂബിലി ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ടുപോയത്. ആ പടി ചവിട്ടിയപ്പോൾ തന്നെ, ആ മുറ്റം ചവിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈശോയെ ഈ രോഗത്തിന് വേണ്ടി നീ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാൻ നീ അനുവദിക്കരുത്. എനിക്കറിയാം ഇത് എന്തിനാണെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഇതിനു മുമ്പ് ഞാൻ സ്വപ്നവും കണ്ട് ഞാൻ തോർത്ത് മൂടി തലയും ഈ കവിളും എല്ലാമായിട്ട് ഇങ്ങനെ മൂടി ഞങ്ങളുടെ പള്ളിമുറ്റത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന അവിടുന്ന് ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഒരു ബസ് വന്ന് എന്നെ കൊണ്ടുപോകാൻ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. അപ്പം എനിക്ക് അറിയാം എന്തായാലും അതിനകത്തുള്ളിൽ അപകടം ഉണ്ടെന്നറിയാം. അച്ഛൻ അന്ന് ഇവിടെ വച്ചപ്പോഴേ എൻ്റെ ഇവിടെയാണ് അച്ഛൻ ഇങ്ങനെ തൊട്ടത്. അപ്പോൾ തൊട്ടിങ്ങനെ ഇറക്കിയത്. എനിക്കിവിടെയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാം എനിക്കറിയാം, എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച തൈര് എന്നും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച ഉടനെ തന്നെ ചേട്ടനും മക്കളും എല്ലാം മോനും ചേട്ടനുമായിട്ട് ആ സ്വരത്തിൽ തന്നെ ഇനി ഞാൻ സംസാരം മാറ്റുമെന്നും പറഞ്ഞ് പേടിച്ച് അന്ന് പറഞ്ഞതിൻ്റെ പിറ്റൊന്നും തന്നെ രാവിലെ എന്നെ ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നെ ഒരിടത്ത് എന്നെ കൊണ്ടുപോകരുത്, ഇതായിരിക്കണം എൻ്റെ അവസാനത്തെ ആശുപത്രി, ഇവിടെ എനിക്ക് വേണ്ടിയുള്ള ഒരു ഡോക്ടറിനെ അങ്ങ് കരുതി വെക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയത്. അങ്ങനെ അവിടെ പോയി സർജനെ കാണിച്ച് സർജൻ ഡോക്ടർ എന്നെ കണ്ട് നന്നായിട്ട് ചിരിച്ച്, മോളെ ഒരു കുഴപ്പമില്ല, നമുക്കിവിടെ തന്നെ ചെയ്യാം, നമുക്ക് ആദ്യം ഒരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ തന്നെ ആ സ്കാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന്. എൻ്റെ കഴുത്തിൻ്റെ അവിടെ 2 നൊഡ്യൂൾസ് ഉണ്ടെന്ന് അവർ പറയുന്ന ഒരു ഡോക്ടർ എഴുതുന്നു. എന്തൊക്കെയോ അവർ സംസാരത്തിൽ എനിക്ക് പിടികിട്ടി. അങ്ങനെ ഈ സ്കാനുമായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ മുഖം നോക്കുന്നില്ല. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് MRI സ്കാനിന് വേണ്ടി കൊണ്ടുപോകണം, അപ്പോൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണെന്ന്.
അങ്ങനെ അന്ന് തന്നെ പിന്നെ ചേട്ടൻ എപ്പോഴും എൻ്റെ മനസ്സാകെ തളർന്ന്, ഈശോയെ ക്യാൻസർ എന്ന ഒരു ആ രോഗം എന്നിലുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയാൻ നീ എന്നെ അനുവദിക്കരുതേ. നീ എനിക്ക് സ്വപ്നം തന്നതൊക്കെ വേറെ കാര്യം, പക്ഷേ ഡോക്ടേഴ്സിൻ്റെ വായിൽ നിന്നും ഈ സൗണ്ട് എന്നെ കേൾക്കാൻ നീ അനുവദിക്കരുതേ. ഇതിനു വേണ്ടി ഒരു മരുന്ന് പോലെ എന്നെ കഴിക്കാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ചേട്ടൻ ആ സമയം തന്നെ എന്നെ ഒരു ഓട്ടോ പിടിച്ച് MRI സ്കാനിന് വേണ്ടി ഡേറ്റ് ഇടാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഇട്ടു. ഞായറാഴ്ച സ്കാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇവിടെ നിന്ന് കിട്ടിയ അഖണ്ഡ ജപമാല ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോയി ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളുടെ അവിടുത്തെ കൊച്ചു പള്ളിയിൽ ഞങ്ങൾ പഠിക്കുമായിരുന്നു. അത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് ഈശോ എന്നെ തൊടണം, പരിശുദ്ധ അമ്മ എന്നെ തൊടണം എന്ന് ഞാൻ ശക്തമായിട്ട് ആഗ്രഹിച്ച് അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ പോയി. അത് ലീഡ് ചെയ്യുന്ന ഞാൻ തന്നെയാണ്. അപ്പോഴും ഞാൻ അങ്ങനെ ഞങ്ങൾ ഓരോ രഹസ്യം പഠിക്കുമ്പോഴും ഓരോ വചനം പറഞ്ഞാണ് ഞങ്ങൾ 50 മണി ജപമാണ് 50 മണികൾ പൂർത്തിയാക്കുന്നത്. എന്നിട്ട് ഓരോ നിയോഗവും വയ്ക്കും. അങ്ങനെ ഈ 50 മണി മൂന്നാമത്തെ 50 മണി ജപം പഠിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഒരു വചനം ഞാൻ പറഞ്ഞു. ആ വചനത്തിൽ ജെറുസലേമിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും, വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ ഉണ്ടാകുകയില്ല എന്ന് ആ വചനം പറഞ്ഞതും എൻ്റെ കണ്ണ് ഞാൻ അറിയാതെ ധാരധാരെ കണ്ണുനീരൊഴുകുകയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ കരയുന്നു. എന്നിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധ അഭിഷേകം ആ 50 മണി ജപമണിയിലും ഉണ്ടായിരുന്നു. എനിക്ക് ആ പള്ളി നിറയെ നല്ല മണവും പിന്നെ ഈശോയുടെ ഒരു കുളിർമയും ഒരു വരിഞ്ഞു മുറുക്കി എൻ്റെ ഈ കവിളിൽ നിന്ന് എന്തോ വലിഞ്ഞ് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ വചനത്തിൻ്റെ ശക്തി അപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്താലും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്താലും ആ ജപമണികൾ എനിക്ക് പൂർത്തിയാക്കാൻ കണ്ണുനീരോടെ തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ഈ രോഗമുണ്ടാകത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ഞായറാഴ്ച വളരെ വിഷമമുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ സ്കാനിന് വേണ്ടി പോയി. അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ക്യാൻസർ എന്ന ഒരു സൗണ്ട് ഡോക്ടേഴ്സിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി സ്കാൻ ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് റിസൾട്ട് കിട്ടുന്നത്, അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ചയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ചൊവ്വാഴ്ചൻ്റെ പരിശുദ്ധ അമ്മയുടെ മക്കളുടെ ദിനമാണല്ലോ, അന്ന് നമ്മുടെ ആരാധന ദിവസമാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്കൊരു പ്രശ്നമുണ്ടാകില്ലെന്ന് പറഞ്ഞ് റിസൾട്ടുമായിട്ട് പോയപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്ത് വളരെ സന്തോഷത്തോടെ ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു, മകളെ ഒരു കുഴപ്പവുമില്ല, നമുക്കിവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കുറേ പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷം എന്നെ പ്ലാസ്റ്റിക് സർജൻ വിഭാഗത്തിലോട്ട് വിട്ട് അവിടെ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞ്, മക്കളെ കുഴപ്പമില്ല, നമുക്കിവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ പക്ഷേ കൂടെ ഇരുന്ന കൊച്ചു ഡോക്ടർ പറഞ്ഞ്, ഡോക്ടർ ഇത് അപകടമാണ്, ഇത് ചെവിയുടെ താഴ്ഭാഗമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിരാശ കൊടുത്തെങ്കിലും വലിയ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്കിവിടെ ഇങ്ങനെ നിസ്സാരം പോലെ ചെയ്ത് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഈ ഭാഗം ഫോട്ടോ എടുത്ത് അങ്ങനെ അവർ പിറ്റേന്ന് അടുത്ത തിങ്കളാഴ്ച എന്നെ അഡ്മിറ്റാക്കാൻ പറഞ്ഞ്. അങ്ങനെ തിങ്കളാഴ്ച ഞാൻ കാശ് രൂപം കഴുത്തിലിട്ടിട്ട് പോയി കൃപാസനമ്മയുടെ തൈലം എന്നും പൂശുന്നത് പോലെ തൈലം അവിടെ കൊണ്ടുപോയി നേർച്ച ഉപ്പ് കൊണ്ടുപോയി. അങ്ങനെ അതെല്ലാം ഞാൻ അവിടെ തന്നെ ഉപയോഗിക്കുമായിരുന്നു. 4 നേരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച 11 മണിക്ക് തന്നെ ഡ്രസ്സ് മാറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. 11:30 ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മുഖത്ത് മയക്ക് വെച്ച് ഞാൻ മയങ്ങി പോവുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ചുറ്റും നിന്നും പരസ്പരം ഒരു ഡോക്ടർ അതിൽ നിന്ന് പറയുകയാണ്, ഈ ഓപ്പറേഷൻ സക്സസ് ആകാനും സാധ്യതയുണ്ട്, പരാജയപ്പെടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ സ്വരം കേട്ടാണ് ഞാൻ കണ്ണടക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത്, പരിശുദ്ധ അമ്മയുടെ മക്കൾ ഈ 11:30 ഇവിടെ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയായിരിക്കും എന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ കണ്ണടച്ചത്. അങ്ങനെ ഓപ്പറേഷൻ വളരെ സക്സസ്സായി. പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് ബയോപ്സിക്ക് അയക്കാനെന്ന്. ഒരു ഹോളിഡ്സ് കുപ്പി നിറയെ 7 വർഷത്തെ പഴുപ്പും വേസ്റ്റുകളും പല്ലിൻ്റെ വേസ്റ്റുകളായിട്ട് 7 വർഷത്തെ പഴുപ്പും വേസ്റ്റുകളായിട്ട് ഒരു ഹോളിഡ്സ് വലിയ കുപ്പി നിറയെ ഉണ്ടായിരുന്നെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് ഡോക്ടേഴ്സ് പെട്ടെന്ന് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഒരു കുഴപ്പവും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണടച്ച് അതോടെ ഞാൻ മയങ്ങിപ്പോയി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പറഞ്ഞ്
റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല മക്കളെ. വലിയ സന്തോഷം. എന്നെക്കാളും സന്തോഷം ഡോക്ടറിനായിരുന്നു, ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിന്. എന്നിട്ട് മക്കളെ ഒരു കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, സന്തോഷമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചോട്ട് വിട്ട് എൻ്റെ ഓപ്പറേഷൻ വളരെ വിജയകരമായി തീർത്ത ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇത്രയും കാലം ഈ 7 വർഷത്തോളം എൻ്റെ കവിളിലുണ്ടായിരുന്ന ഈ നീർവീക്കത്തിന് ഒരു സൈഡ് എഫക്റ്റോ ഒരു പ്രശ്നവുമില്ലാതെ എന്നെ സംരക്ഷിച്ച ദൈവപിതാവിനും ഒത്തിരി ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന, ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് പൊതിച്ചോറ് പൊതിഞ്ഞ് നാലാഞ്ചിറ സ്നേഹവീടെന്ന് പറഞ്ഞ ഭവനത്തിൽ ഞങ്ങൾ കൊണ്ടുപോകും. പിന്നെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ക്യാൻസർ സെൻ്ററിലും ആ ഭാഗത്തൊക്കെ കൊടുക്കും. ഞങ്ങളാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ്. പിന്നെ എല്ലാ മാസത്തിലൊരിക്കലും ഞാൻ കുമ്പസാരിക്കും. എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും. മറ്റെല്ലാ നല്ല ആത്മീയമായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ ദൈവപിതാവിനെ ആത്മീയമായിട്ടും ദൈവപിതാവ് പരിശുദ്ധ അമ്മ എന്നെ വളർത്തിയിട്ടുണ്ട്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയ. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത്. ഞങ്ങളുടെ ഇടവക നാങ്കുതൊട്ടി സെൻറ്റ് ജോർജ് ചർച്ച്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2020 ഉടമ്പടി എടുക്കുമ്പം ഞാൻ വിദേശത്തായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഉടമ്പടി NRI ഉടമ്പടിയായിരുന്നു. ഞാനിപ്പം ഏകദേശം 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഞാൻ 2020 മുതൽ ഈ 2025 വരെ ഞാൻ എന്തായിരുന്നു എന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. ഞാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്താണ് ഉടമ്പടി എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. അവിടെ ചെന്ന് 2021 ആയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹസ്ബൻഡിനെയും മോനെയും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവിട്ടു. അവർക്ക് ഹസ്ബൻഡിനൊരു വയ്യാഴിക വന്നുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്നതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ മോശമായിരുന്നുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ സർജറിയൊക്കെ ഞാൻ നേഴ്സാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാതെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം കൊച്ചിന് 1 വയസ്സേ അന്നുണ്ടായിരുന്നുള്ളൂ പ്രായം. അവനെ നാട്ടിലാക്കിയിട്ട് ഞാൻ തന്നെ തിരിച്ചുപോയി. അവിടെ ചെന്ന് 1 വർഷം ജോലി ചെയ്തു. ഏകദേശം ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരെ വല്ലാതെ മിസ് ചെയ്യുന്നു. അതൊന്ന്. 2, എൻ്റെ ഹോസ്പിറ്റലിൽ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയും ഹോസ്പിറ്റൽ ഫിനാൻഷ്യലി അങ്ങ് ഡൗൺ ആകാൻ തുടങ്ങി. എനിക്ക് സാലറിയൊക്കെ പെൻഡിങ് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തായാലും 2 സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാം. അതാകുമ്പോൾ എനിക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കാം. 1 വയസ്സുള്ളപ്പോൾ കൊച്ചിനെ ഇട്ടേച്ച് പോയതാണ്. തിരിച്ച് നാട്ടിലേക്ക് പോരാ എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. എന്നെ അറിയാവുന്ന സകലമാന ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഈ ജോലി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശമ്പളം കുറവാണ്, പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യും എന്ന് പലരും അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടും ഞാനതൊക്കെ ഇഗ്നോർ ചെയ്തു. എൻ്റെ മനസ്സിലൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത്, യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും ജോലി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതണമല്ലോ. അപ്പം നാട്ടിൽ നിൽക്കുന്ന ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു എക്സാം എഴുതി പോകാം, അതാകുമ്പോൾ എനിക്ക് അവരെയും കൂടെ കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ ഞാൻ 2022 റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. ഏകദേശം ഒരു 4-5 മാസം വീട്ടിൽ ചുമ്മാ നിന്നു. കാരണം കൊച്ചിനെ മിസ് ചെയ്യുന്നത് ഒരു വല്ലാത്ത മിസ്സിങ് ആയിരുന്നുകൊണ്ട് മാത്രം. അത് കഴിഞ്ഞ് വീണ്ടും സാമ്പത്തികമായിട്ട് അങ്ങോട്ട് തീരെ പൊരുത്തപ്പെടാൻ പറ്റാതായപ്പോൾ ഞാൻ നാട്ടിൽ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. വീണ്ടും സെയിം പ്രശ്നം തന്നെ. എനിക്ക് അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന്, ഫിനാൻഷ്യലി നമ്മുടെ സാലറി സ്കെയിൽ നല്ലൊരു സ്കെയിലിൽ നിന്നെടുത്തുനിന്ന് പെട്ടെന്ന് താഴോട്ട് വന്നപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. 2, വീണ്ടും ഞാൻ ഒരിടത്ത്, ഫാമിലി വേറെ ഒരിടത്ത്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കാരണം 6 മന്ത് മാത്രം ഞാൻ അവിടെ ഒരു വിധത്തിൽ നിന്നു. അവിടുന്ന് ഞാൻ റിസൈൻ ചെയ്തിറങ്ങി. അന്നേരം എൻ്റെ മനസ്സിൽ തീരുമാനം, എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാം. അതാകുമ്പം ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂടെ നിർത്താം. ഹസ്ബൻഡിനോട് എന്തെങ്കിലും
ഒരു ജോലി എറണാകുളത്ത് എവിടെയെങ്കിലും തരപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ 2023 സെപ്റ്റംബറിൽ അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങി. അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ തീരുമാനം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആവുക. അപ്പോൾ പുതിയൊരു ബിഗിനിങ് ആണ്, ഞങ്ങൾ സെപ്പറേറ്റ് മാറി താമസിക്കാൻ പോവുകയാണ്. അപ്പം ഒരു ആത്മീയ നിറവിന് വേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ കട്ടപ്പന ഞങ്ങളുടെ അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയിരുന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ ആത്മീയ വിശുദ്ധിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, മറ്റൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു 4-5 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എല്ലായിടത്തും എന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് സാലറി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവസാനം എല്ലാം വേണ്ട 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 എന്ന് വെച്ച് ഞങ്ങൾ നിന്നു. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കുഞ്ഞന്നേരം അംഗൻവാടി പോകുന്നുണ്ട്, എൻ്റെ ടീച്ചർ വഴി എനിക്കൊരു മെസ്സേജ് കിട്ടി. 2023 നവംബറിൽ എറണാകുളത്ത് വെച്ച് ജർമ്മനിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒഡേപെക്കിൻ്റെ അണ്ടറിലുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ തലേന്നാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്. അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതായത് കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ കോൺടാക്ട് നമ്പറിൽ അന്വേഷിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു വെരി നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് ഹസ്ബൻഡിൻ്റെ കൂടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെന്നെ സെലക്ട് ചെയ്തു. ഞാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി. അതിനകത്ത് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ എനിക്ക് പഠിക്കാം. അവർ ജർമ്മൻ ഭാഷയുടെ ട്രെയിനിങ് അവർ തന്നെ തരും. A1 A2 B1 B2 ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് പോകാനുള്ള അത്യാവശ്യം വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് അവരിടും. A2 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ മുതൽ നമുക്ക് സ്റ്റൈഫൻഡ് പൈസ കിട്ടും. അപ്പം എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. ഞാൻ ഈ ധ്യാനം കൂടി എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ വിശുദ്ധ കുർബാന ഇപ്പം മുടങ്ങാതെ അങ്ങ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കുറച്ച് നാളത്തേക്ക് ഹസ്ബൻഡ് അത് കഴിഞ്ഞ് ഇടയ്ക്ക് നിർത്തി, എന്നാൽ പോലും ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം കാഴ്ചവെപ്പിൻ്റെ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നൊരു പ്രേരണയാണ്, ജർമ്മൻ കോഴ്സ് പഠിക്കുക എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചു, ഞാൻ ജോലി ചെയ്യാതെ പഠിക്കാൻ പോയിക്കോട്ടെ എന്ന്. ഞാൻ എന്നിട്ട് കട്ടപ്പനയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിക്കുക വരെ ചെയ്തു. ഏകദേശം കോസ്റ്റ് എത്രയാകും, ഞാൻ എന്നാൽ പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് താങ്ങാൻ പറ്റൂല, കാരണം ജോലി ചെയ്യാതെ ഈ കോഴ്സ് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനൊട്ടും സെറ്റ് ആവില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ തൽക്കാലം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ദൈവമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടിയിലൊരു നിയോഗമായിരുന്നു, അമ്മ മാതാവ്, ഞാൻ ഈ നാട്ടിൽ ജോലി ചെയ്യാനാണ് അങ്ങേ തിരഹിതമെങ്കിൽ അതെനിക്ക് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തരണം. അല്ല, ഞാൻ ഏതെങ്കിലും വിദേശത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയും അമ്മ തന്നെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. അമ്മ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ 2023 നവംബറിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ടെൻഷനാണ്. ഞാൻ ആത്മീയതയുടെ ഏകദേശം ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ്. വിശുദ്ധ കുർബാന, കുമ്പസാരം കാര്യങ്ങളെല്ലാം മുടങ്ങാതെ ചെയ്യുന്നു. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പഠിക്കാൻ പോയി കഴിയുമ്പം എൻ്റെ ഈ ജീവിതം ഏതവസ്ഥയിലാവും. അവിടെയും ഒരു ടെൻഷനും ഇല്ല. ഞാൻ എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി. അത് OCD അച്ഛന്മാർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന 6:30, ഒരു മുടക്കവും ഇല്ല. കുമ്പസാരം, ആത്മീയതയുടെ വീണ്ടും മോർ ദാൻ പീക്കിലേക്ക് ഞാൻ കയറി. അങ്ങനെ ഞാൻ A1 കംപ്ലീറ്റ് ചെയ്തു. A2 അത് ഫസ്റ്റ് ചാൻസിൽ വളരെ കുറച്ച് കാൻഡിഡേറ്റേ പാസ്സായുള്ളൂ. അതിലൊന്ന് ഞാനായിരുന്നു. A2 കഴിഞ്ഞു. എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടി തുടങ്ങി. അതുവരെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിനൊക്കെ വന്നു. എന്നാൽ പോലും സാമ്പത്തികമായിട്ട് അതുവരെ വന്ന ആ ബാധ്യതകളൊക്കെ A2 മുതൽ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. A2 കഴിഞ്ഞു. B1 കഴിഞ്ഞു. B2 എക്സാമായി. ഞാൻ ഒരു തവണ എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാമിന് മുന്നേ ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഉടമ്പടി ഞാൻ 2024 പുതുക്കിയപ്പം വീണ്ടും നിയോഗം വെച്ചു, എനിക്ക് B2 പാസ്സാവണം. കാരണം ഇത് അമ്മയായിട്ട് കൊണ്ടുതന്നതാണ്. അമ്മ എന്നെ സഹായിക്കണം. എൻ്റെ കഴിവല്ല, അമ്മയുടെ അനുഗ്രഹത്താൽ. ഞാൻ എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ പഠിക്കും. ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പക്ഷേ ജർമ്മൻ ഭാഷ പഠിച്ചവർക്കോ പഠിപ്പിച്ചവർക്കോ പഠിക്കുന്നവർക്കോ ഒക്കെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്.
കാര്യമാണ്. ഞാൻ എന്നും പ്രാർത്ഥിച്ചു. B2 അങ്ങനെ ഞാൻ സെക്കൻഡ് എക്സാം വീണ്ടും എഴുതി. സെക്കൻഡ് എക്സാം എഴുതി കഴിഞ്ഞ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്കൊരു 135 മാർക്ക് മതി, അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. പക്ഷേ അമ്മ മാതാവ് എനിക്ക് 146 മാർക്ക് നൽകി അനുഗ്രഹിച്ചു. ഞാൻ എക്സാം പാസ്സായി. ഏകദേശം ഒരു 1.5 വർഷത്തെ യാത്ര കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് എനിക്ക് അവിടുത്തെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അമ്മ തന്നെ എന്നെ വഴി നടത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം മേ ബി എനിക്ക് സിറ്റുവേഷൻസ് വന്നിരുന്നു, ഞാൻ ഇന്നിവിടെ ജീവനോടെ പോലും ഇരിക്കില്ലായിരുന്നു. എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ വിദേശത്തായിരുന്നു. ആൾക്കാർ കേൾക്കുമ്പോൾ പറയും, ഓ വിദേശത്ത് ജോലി ചെയ്ത ഒരു നേഴ്സിന് 5 രൂപയുടെ സേവിങ്സ് ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ വട്ടപൂജ്യമായിരുന്നു. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ മാതാവ് എന്നെ നടത്തി, ഇപ്പോഴും നടത്തുന്നു, ഇനിയും നടത്തും, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനിയും എനിക്ക് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ജസ്റ്റ് അമ്മയുടെ കൺഫർമേഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇനിയും വരും, അമ്മ ഇനിയും എന്നെ നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ ഞാൻ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അമ്മ എന്നെ വഴി നടത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഇതിനിടയ്ക്കും പ്രതിസന്ധികൾ എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിലൊന്നിലും തളർന്നില്ല. ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് ഞാൻ ഈയിടെ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ പഠിക്കാൻ പോയ സമയത്തൊക്കെ. അന്നേരം ഞാൻ ആകെ വിഷമിച്ചു. കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകും, കാരണം മമ്മി വയ്യാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല. അവിടെയും അമ്മ എന്നെ സഹായിച്ചു. മമ്മി ഇപ്പം ആരോഗ്യത്തോടെ വീട്ടിലെ പണികളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. ഇത്രയൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവ് തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയ ജീവിതമൊക്കെ ഒരുപക്ഷെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിദേശത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് റിസൈൻ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ കയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അന്നേരം ആത്മീയതയിൽ എവിടെ എത്തുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ആവത്തില്ലായിരുന്നു. കാരണം പള്ളി ഒരുപാട് ദൂരെയാണ്, എനിക്ക് വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കുമ്പസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മേ ബി എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആയേനെയായിരുന്നു. പക്ഷേ ഞാൻ ആത്മീയമായിട്ടൊന്നും ആകത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ ആത്മീയതയുടെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ജീവിക്കുന്നു. അതിനൊക്കെ അമ്മയാണ് ഒരു വഴി കാണിച്ചത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അച്ഛനെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ മണ്ണിൽ വന്ന് കാലുകുത്തണമെങ്കിൽ ചുമ്മാ ഒന്നും അങ്ങനെ നമ്മൾ എത്തുകയില്ല. നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ നോക്കിക്കോളും. നമ്മുടെ വിശ്വസ്തത നമ്മളങ്ങ് കാത്തു സൂക്ഷിച്ചാൽ മതി. നമ്മുടെ നിയോഗങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മ നോക്കിക്കോളും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഒരു ലൈഫ്. കാരണം ഈ 5 വർഷം കൊണ്ട് അതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ആ നീല മേലങ്കിയുടെ സംരക്ഷണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തിരുക്കുമാരനും കോടാനുകൂടി മഹത്വം. എൻ്റെ പേര് ജീസ് വർഗീസ്. ഇത് എൻ്റെ വൈഫ് ബിൻസി, എൻ്റെ മോൾ കെസിയ. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂൺ മാസം 14-ാം തീയതിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു ജോലി സംബന്ധമായിട്ട്. ഇവിടെ ഞങ്ങളുടെ വീട് പിറവമടുത്ത് മാമലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വരുന്നു. അമ്മ മാതാവ്, കൃപാസന മാതാവ് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇവിടെ കടന്നു വരുന്നത് ഞങ്ങൾ ജൂണിൽ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പാണ്. എൻ്റെ വൈഫ് പോകുന്നതിനിടെ ഏതാനും ദിവസങ്ങൾ മുമ്പ് എന്നോട് മാതാവ് വെളിപ്പെടുത്തിയതുപോലെ എന്നോട് പറഞ്ഞു, നമുക്കിവിടെ നിന്ന് വരാം, നമുക്ക് പ്രാർത്ഥിക്കാം, ജീവിതത്തിലെ വിഷയങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോമോൾ സിസ്റ്ററുടെ ധ്യാനത്തിൽ പറയാറുള്ളത് പോലെ എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് യാതൊരു മെറിറ്റെല്ലാം കൈവിട്ട് വട്ടപൂജ്യമായിരിക്കുന്ന അവസരത്തിൽ ഒരു പിടിവള്ളി എന്ന പോലെ പിടിച്ചു കയറി വന്നതാണ് ഈ പുണ്യഭൂമിയിലേക്ക്. അത് അനുഗ്രഹമായിട്ട് കരുതുന്നു. ആദ്യമായിട്ട് എൻ്റെ മകളുടെ വിഷയമാണ്. എൻ്റെ മകളൊരു സ്പെഷ്യൽ കിഡാണ്. ഇവളുടെ ഒരുപാട് ബലഹീനതകളും ബുദ്ധിമുട്ടുകളിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് തുണയേകി അവളിൽ പല ഇമ്പ്രൂവ്മെൻറ്റ്സും മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ഇപ്പോഴും മാതാവിൻ്റെ കൺസിഡറേഷനിലിരിക്കുന്ന ഒരു വിഷയമാണ്. അവളുടെ ഈ മോക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ്സിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത്. ഒട്ടനവധി വർഷങ്ങളായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ പോലും വെച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ്. കാരണം അതിനേക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് 6 അല്ല 60 വിഷയങ്ങൾക്ക് മുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മടങ്ങി ഏതാനും മാസങ്ങൾക്കാവും ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരാൾ, ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ എൻ്റെ ഫാദറിനെ വിളിച്ച് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ വേറൊരു ബയേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല,
നമ്മൾ ആരോടും പറയാതെ തന്നെ യാതൊരു സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടാതെ നമ്മൾ പറഞ്ഞ വിലയിൽ തന്നെ ഏറ്റവും സ്മൂത്തായിട്ടുള്ള രീതിയിൽ ആ ട്രാൻസാക്ഷൻ മാതാവ് നടത്തി തന്നു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി മഹത്വം അറിയിക്കുകയാണ്. മൂന്നാമതായിട്ട് ഞാൻ അമേരിക്കയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2018 മുതൽ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. നമുക്ക് ക്വാളിഫൈ, ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളാണ്, 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നും അവിടെ ഒരു വിഷയമല്ലായിരുന്നു. അപ്പോൾ എപ്പോഴും അച്ഛൻ പറയാറുള്ളത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ആ ഗ്രേസ് കൊണ്ട് വേണ്ടി മാത്രം, ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ആ ജോലിയിൽ നിന്ന് ഒരു മാറ്റം കിട്ടുകയുണ്ടായി. ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാതെ ഉടമ്പടി എടുത്ത് ഞാൻ അമേരിക്കയിലേക്ക് ചെന്ന് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്നൊരു മാനേജർ, ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയുണ്ടായി. ആ വ്യക്തി ഇപ്പോൾ അവിടുത്തെ ഒരു മാനേജറാണ്, ഉയർന്ന പൊസിഷനിൽ നിന്നുള്ളൊരു മാനേജറാണ്. എന്നെ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പൊസിഷൻ പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ, അതിനു മുമ്പായിട്ട് ഞാൻ ആ വർഷങ്ങളിലൊക്കെ പലയിടങ്ങളിൽ അപ്ലൈ ചെയ്തു, പലരുടെ മുമ്പിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, റെസ്യൂമേ അയച്ചു. ആരും നമ്മൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസും മെറിറ്റും ഒന്നും ആകാത്ത ഒരു വട്ടപൂജ്യത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, നിങ്ങളുടെ ആ വിഷയം നടക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കീഴിലൊരു 5 പേരെ അടങ്ങുന്നൊരു പാനൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെയൊക്കെ ഞാനല്ല സംസാരിച്ചത്, എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ സിമ്പിളായിട്ട് ആ ജോലി എനിക്ക് കിട്ടി. ഞാനിപ്പോഴും ആ ജോലിയിൽ തുടർന്നു. ആ ജോലിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നമുക്ക് പല ചാലഞ്ചസ് ഉള്ള ജോലിയാണെങ്കിലും ആ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. നാലാമതായിട്ട് എൻ്റെ വൈഫിന് ഒക്ടോബർ മാസം 2023 എൻ്റെ വൈഫിന് അവളുടെ പീരീഡ്സ് ഇറഗുലറായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഒരു സ്കാനിങ് നടത്തിയപ്പോൾ ബൈൽ ഡക്റ്റിലൊരു ഹെർണിയ ടൈപ്പ് ഫൈൻഡിങ് ഉണ്ട്, അതുപോലെ ഓവറിയിലൊരു സിസ്റ്റ് കാണപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അന്നേരമൊക്കെ നമുക്ക് ധൈര്യമാണ്. അച്ഛൻ പറയാറുള്ള പോലെ ഈ കാശുരൂപം ഒരു ആയുധമായിട്ട് കൊണ്ടു നടക്കുവാണ്. എപ്പോഴും കൊന്തയിൽ ഇത് പിടിച്ചത് എൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും ഇതുണ്ടാവും, എവിടെ പോയാലും ഇത് കയ്യിലുണ്ടാവും. അപ്പോൾ ആ ധൈര്യത്തിൽ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി. ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, ഇതിനെക്കുറിച്ച് പറയേണ്ട, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അമ്മ മാതാവ് തന്ന ആ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, അതെല്ലാം ഇവിടെ പറയാൻ സമയം തികയില്ലല്ലോ. അതുപോലെ തന്നെ ഞാനും വൈഫും ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് വരുമായിരുന്നു. ഞാൻ വണ്ടി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ധൃതിക്ക് ഒരു സൈഡിലേക്ക് മാറ്റി. ഒരു വലിയ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഒരു വലിയ മേജർ ആക്സിഡൻറ്റിൽ നിന്ന് ആ സമയം മാതാവ് ഞങ്ങൾ ഒഴിവാക്കി. ഞാൻ അന്നേരം പറഞ്ഞു, ഈ ആയുധം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. മാതാവ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അതുപോലെ ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട് ഫാമിലിയിലൊക്കെ. ഒത്തിരി ചാലഞ്ചസ് ഇപ്പോഴും നേരിടുന്നു. എന്നാലും അതുപോലെ കോവിഡ് സമയം മുതൽ ഞങ്ങളൊരു പുതിയ വാഹനത്തിനായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. കോവിഡ് സമയമായതുകൊണ്ട് വാഹനങ്ങളെങ്ങും കിട്ടാനില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി ജൂൺ മാസത്തിലെടുത്തു, നവംബർ മാസം ആയപ്പോഴത്തേനും എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവർ പറഞ്ഞു വെച്ചിരുന്ന വണ്ടി, അദ്ദേഹത്തിന് വേറൊരു വണ്ടി കിട്ടി. അപ്പോൾ ഈ സുഹൃത്തിനെ വിളിച്ച് ഡീലർഷിപ്പിൽ ആൾ പറഞ്ഞു, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നീ എന്നോട് വിളിച്ച് പറ, നല്ലൊരു ഓഫറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പം തന്നെ എന്നെ വിളിച്ച് പറയാൻ തോന്നി. ഞാൻ അപ്പോൾ പോയി. ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ വണ്ടിയായിരുന്നു. ആ വണ്ടി നവംബർ മാസത്തിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് കിട്ടി. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ ബ്ലഡ് വർക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് വർക്കൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു. പേടിച്ചിട്ടാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. ഹെൽത്ത് വൈസ് നമുക്ക് നോക്കാനൊന്നും സാധിക്കും. അപ്പോൾ പേടിച്ചിട്ട് 2 വർഷമായിട്ട് ഡോക്ടറെ കാണാതിരിക്കുമായിരുന്നു. എനിക്ക് കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്തു, ആഹാരമൊന്നും ശ്രദ്ധിക്കാതെ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞായിരുന്നു. അപ്പോൾ ഗ്രേഡ് 1 എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുമായിരുന്നു. എന്നാലും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബ്ലഡ് വർക്ക് ചെയ്തു. എൻ്റെ ലിപ്പിഡ് പാനലെല്ലാം ഡോക്ടർ കൺട്രോളബിൾ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അതോടൊപ്പം എൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ നോർമലാണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതിനും ഈശോയ്ക്കും അമ്മ അതിനും കോടാനുകോടി മഹത്വം.
ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അമ്മ മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അനുഗ്രഹം കൂടി പറയട്ടെ. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടനെ തന്നെ അമേരിക്കയിൽ ചെന്ന് മൂന്ന് മാസം 90 ദിവസം നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ ഞാനവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബ് ലെവലിൽ മലയാളി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്ന അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വലിയ കളിക്കാരനോ വലിയ ക്രെഡൻഷ്യലുള്ള പ്ലെയറൊന്നുമല്ല. എങ്കിലും എനിക്കറിയാമായിരുന്നു ആ വർഷത്തെ ഫൈനലിൽ ഞാൻ എൻ്റെ ടീം കളിക്കുമ്പോൾ എനിക്ക് ആ പ്ലേയിങ് 11-ലൊരു ചാൻസ് കിട്ടൂല എന്ന് എനിക്കറിയാം. എങ്കിലും തന്നെ ഞാൻ മാതാവിനൊരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ ഞാൻ എൻ്റെ ക്യാപ്റ്റനെ വിളിച്ചു പറഞ്ഞു. എന്നേക്കാൾ ഇളയ പ്രായമുള്ളൊരു പയ്യനാണ്. അവനോട് വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് കളിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്, എനിക്ക് ക്രെഡൻഷ്യലൊന്നുമില്ല, പക്ഷേ നീ എനിക്കൊരു ചാൻസ് തന്നാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തോ എനിക്ക് യാതൊരു ക്രെഡൻഷ്യലുമില്ല, ഒരു ക്രെഡൻഷ്യലും. എന്നേക്കാളും വലിയ മികച്ച കളിക്കാർ ഒരുപാട് പേരുണ്ട്. അവൻ അപ്പം തന്നെ എനിക്ക് വാക്ക് തന്നു, അച്ഛാ ഈ വർഷത്തെ പ്ലേയിങ് 11 നിങ്ങളുണ്ടായിരിക്കുമെന്ന്. എന്നാ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. എന്നാലും കളിച്ചു. ഞാൻ കളിച്ചുകൊണ്ട് പറയല്ല, ആ വർഷത്തെ ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ആവാൻ കഴിഞ്ഞു. ആ കപ്പ് ഞങ്ങൾ എടുത്തു. അന്ന് എനിക്ക് വിശ്വാസമായി, ഞാൻ എടുത്ത ഈ ഉടമ്പടിയിൽ മാതാവ് കനിഞ്ഞിട്ടുണ്ട്, ഈശോ ഇടപെട്ടിട്ടുണ്ട്, ഇനി മുമ്പോട്ട് നടത്തിക്കൊള്ളൂന്ന്. പിന്നെ അടുത്തതായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമല്ലോ. എന്നാൽ കഴിയുന്ന വിധം പലരെയും എല്ലാ ആഴ്ചകൂറും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത്, ഞാൻ ഉടമ്പടി എടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ വഴി എനിക്കൊരു കോള് വരികയുണ്ടായി. പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ ഓർഫേജിൻ്റെ അടുത്ത് വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബം ജപ്തിയുടെ പക്കത്തിൽ നിൽക്കുകയാണ്, അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്നും പറഞ്ഞ് അവർക്ക് ആവശ്യമായ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തുക കൊടുത്ത് സഹായിക്കാൻ എനിക്ക് സാധിച്ചു. കൊടുത്ത് സഹായിക്കാൻ സാധിച്ചതിൻ്റെ ഉപരിയായി എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സഹോദരനെ ജപ്തിയെല്ലാം ഒഴിവായി ഞാൻ ഒരു ദിവസം വിളിക്കുകയുണ്ടായി. അന്നേരം വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഇത് ചെയ്തതിന് ഒത്തിരി സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ല ചെയ്തത്, കൃപാസന മാതാവാണ് ചെയ്തത്. അന്നേരം ആ ചേട്ടൻ എന്നോട് തിരിച്ചു പറയുക, ആ ചേട്ടൻ ഈ വിഷയത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു എന്ന്. അപ്പോൾ മാതാവ്, ഞാൻ വിചാരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മാതാവ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ പോലും അറിയാതെ മാതാവ് കണക്ട് ചെയ്യിക്കും, ലിങ്ക് ചെയ്യിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേരളത്തിലെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന അദ്ദേഹത്തെ അമേരിക്കയിലിരിക്കുന്ന ഞാൻ വഴി ഉടമ്പടി വഴി മാതാവ് മുട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രേക്ഷിത വേല, ആ കാരുണ്യ പ്രവൃത്തികൾ തുടർന്നുകൊണ്ട് പോകുന്നു. പിന്നെ അമേരിക്കയിൽ ഞാനിപ്പോൾ എല്ലാ 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷിത വേലയുടെ ഭാഗമാണ്. ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എല്ലാ തവണയും ഈ 3 ആഴ്ച മുമ്പും കൂടെ കൊടുത്തിട്ട് പോകുന്നുള്ളൂ. എന്നെ സൂചി കുത്തുമ്പോൾ വേദനയാണല്ലോ, അന്നേരമെല്ലാം ദൈവസ്നേഹത്തെ പ്രതി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാനായിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് വഴി നടത്തുന്ന ഒരു സ്ഥാപനം അവിടെയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ദൂരദേശത്തു നിന്നൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ മാസങ്ങളോളം താമസിച്ച് കുഞ്ഞുങ്ങളെ അടുത്തുള്ള ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് താമസിച്ച് ഭക്ഷണം കഴിക്കുവാനും അവർ ഒരു 3 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലിൽ താമസിച്ച് എല്ലാവിധ കാര്യങ്ങളും നടത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ 2 ആഴ്ച കൂടുമ്പോൾ 4 മണിക്കൂർ എന്ന് വെച്ചാൽ വോളണ്ടറി സർവീസ് അവരുടെ കിച്ചണിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും നമ്മുടെ മെറിറ്റല്ല, ഇതൊന്നും നമ്മൾ വിശേഷവിധിയായി നാം എന്തു ചെയ്യുന്നു. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ പ്രയോഗം, പ്രാർത്ഥന, പ്രഖ്യാപനം, ഇത് 3 കൂടിയതാണ് ഉടമ്പടി എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ അൾത്താരയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം നിങ്ങളുടെ എല്ലാം മുമ്പിൽ പറയുവാനും അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹം